മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് അല്ലാമ ഇബ്നു ഖുസൈമ അവരുടെ സ്വഹീഹിലും ഇമാം ബൈഹഖി അവരുടെ സുനനുൽ കുബ്രയിലും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സുനനിലും സ്വഹീഹായി രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഇന്ന മിമ്മാ യൽഹഖുൽ മുസ്ലിമ മിൻ ഹസനാതിഹി വഅമലിഹി ബഅദ മൗതിഹി ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനായ മുസ്ലിമായ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് നന്മയായി ലഭിക്കുന്ന ആ മനുഷ്യന്റെ മരണശേഷം ഉപകാരപ്പെടുന്ന കർമ്മങ്ങളിൽ ഇൽമൻ അല്ലമഹു വനശറ പഠിപ്പിച്ചു കൊടുത്ത ഇൽമ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അത് ഉപകാരപ്പെടും. മുതഅല്ലിമീങ്ങൾ ഒരു ഉസ്താദിന് ആ മുതഅല്ലിമീങ്ങൾ ചെയ്യുന്നതും പഠിക്കുന്നതും അവരെ അമൽ ചെയ്യുന്നതിന്റെയും ഒരു ഓഹരി അതിന്റെ പ്രതിഫലം പോലോത്തത് ഗുരുനാഥന് ഖബറിലേക്ക് ലഭിക്കും. ഒന്ന് വവലദൻ സാലിഹൻ തറകഹു അവരുപേക്ഷിച്ചു പോകുന്ന സ്വാലിഹീങ്ങളായ മക്കള് അല്ലാഹു നമുക്ക് സജ്ജനങ്ങളായ മക്കളെ നൽകട്ടെ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വലദ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്കും പറയും പെൺകുട്ടിക്കും പറയും. ആൺകുട്ടി തന്നെ വേണമെന്നില്ല. സ്വാലിഹീങ്ങളായ മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. വമുസ്ഹഫൻ വരിസഹു ഒരു മനുഷ്യൻ മുസ്ഹഫൻ വറസഹു ഒരു മനുഷ്യൻ ഉപേക്ഷിച്ചു പോകുന്ന മുസ്ഹഫ്, നിങ്ങൾ വാങ്ങിയ ഒരു മുസ്ഹഫ് പള്ളിയിലേക്ക് ഹദിയ ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ വെച്ചു എന്ന് വിചാരിക്കുക. ആ മുസ്ഹഫ് ആരെല്ലാം എടുത്ത് ഓതുന്നുവോ അതിന്റെ പ്രതിഫലം മരിച്ചവർക്ക് ലഭിക്കുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമസ്ജിദൻ വബനാ ഒരാൾ ഉണ്ടാക്കി വെച്ച മസ്ജിദ്, ആ പള്ളി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ചെയ്യുന്ന സർവ്വകർമ്മങ്ങളും മരിച്ചുപോയവരുടെ അവരുടെ ഖബറിലേക്ക് പരിശുദ്ധ അമലുകളായ അല്ലാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. വബൈസൻ ലിബ്നിസ് സബീലി ബനാ വഴിയാത്രക്കാരായ ആളുകൾ, റോഡിലൂടെ യാത്ര പോകുന്നവർ, ദീർഘമായ യാത്ര പോകുന്നവർക്ക് കയറിയിരിക്കാനുള്ള വിശ്രമസ്ഥലം, അവർക്ക് കുടിക്കാനുള്ള വെള്ളം, അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് സൗകര്യപ്പെടുത്തുന്ന ഒരു സ്ഥലം, ഒരു വീട്, ഒരു യാത്രക്കാരന്റെ ഒരു സത്രം ഉണ്ടാക്കി വെച്ച ആളുകൾ ആ വഴിയോരത്തെ വെയിറ്റിംഗ് ഷെഡാവട്ടെ, യാത്രക്കാരന്റെ വിശ്രമ മന്ദിരം വഖഫ് ചെയ്തത്, അല്ലാഹുവിന് വേണ്ടി നൽകിയത്, സദഖയായി ദാനമായി ചെയ്തത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലവും മരിച്ചവർക്ക് ലഭിക്കുമെന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വനഹറൻ നജ്റാ ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനുമുള്ള കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുന്നവരെ മരണശേഷം കർമ്മങ്ങൾ അല്ലാഹു അവരുടെ പേരിൽ എഴുതി കൊടുക്കുമെന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു അരുവി ഉണ്ടാക്കിയാൽ, ഇന്നാണെങ്കിൽ പൈപ്പ് ലൈൻ, ഒരു വാട്ടർ സപ്ലൈ, ജനങ്ങൾക്ക് കുടിക്കാനുള്ള കൃഷി നനക്കാനുള്ള വെള്ളം കൊടുക്കുന്നവരെ, അതിന്റെ പെർമനന്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ഖബറിലേക്ക് അല്ലാഹു നൽകുന്ന കൂലിയാണ്. വസദഖതൻ അഖ്റജഹാ മിൻ മാലിഹി ഫീ ഹാലി സിഹ്ഹതിഹി വഹയാതിഹി തൽഹഖുഹു ബഅദ മൗതി തന്റെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കൊടുക്കുന്ന സമ്പത്ത് അതിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് തങ്ങൾ പറയാൻ പോവാണ്. ആരോഗ്യമുള്ള കാലം, എനിക്കിനിയും ആയുസ്സുണ്ട്, അങ്ങനെ ഉണ്ടായിരിക്കെ എനിക്കിനി വർഷങ്ങൾ എന്റെ മുമ്പിൽ വരാനുണ്ടല്ലോ, ആ സമയത്തേക്ക് എനിക്ക് എന്തെങ്കിലും കരുതൽ വേണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊടുക്കുമ്പോ ആ സ്വതക്കക്ക് പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച ജീവിക്കുള്ളൂ, ഒരു മാസം കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വതക്ക ചെയ്യാൻ ആവേശം കൂടും. നീ എന്തായാലും എന്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഒരാഴ്ചക്ക് നീ ഇത്ര വേണം, ബാക്കിയൊക്കെ കൊടുക്കാൻ, അതിന് കൂലി കുറയും. നേരെ മറിച്ച് ആരോഗ്യമുള്ള ഒരാൾ, തന്റെ മുമ്പിൽ ഇനിയും പ്രശ്നങ്ങൾ വരാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, അതൊന്നും മൈൻഡ് ചെയ്യാതെ ജീവിതകാലത്ത് ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ആരോഗ്യ സമയത്ത് ഏതെല്ലാം സമ്പത്ത് അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അതെല്ലാം മരണശേഷം അവർക്ക് അല്ലാഹു നൽകുന്നുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പാദ്യമാണ്. ഒരു പിതാവിന്, ഒരു ഉമ്മാക്ക് ഖബറിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യം അവര് ബാക്കി വെച്ചു പോകുന്ന നല്ല മക്കളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, സജ്ജനങ്ങളാക്കി തരട്ടെ.